ടു രജാൻസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് സെമി ജൂട്ട് ഫാബ്രിക് ശരിക്കും നൈറ്റ് ആട്ടോ. ശരിക്കും ഒറിജിനൽ ജൂട്ടിന്റെ ആ ഒരു ലുക്ക് തന്നെയാണ് വരുന്നത്. പക്ഷെ ഒരു സിൽക്കി ഫിനിഷ് അതിന്റെ കൂടെ വരുന്നുണ്ട്. ആ ഒരു സെമി ടസറും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തേക്കുന്ന പോലത്തെ ഒരു ഐറ്റം. പക്ഷെ ജൂട്ട് പോലെ ഫുൾ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജൂട്ട് പോലെ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ നോർമൽ ഒറിജിനൽ ജൂട്ട് വരുന്ന പോലത്തെ അത്രയും വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇതിന്റെ ഫുള്ളായിട്ട് മെയിൻ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് അതിന്റെ ഭംഗി കൂടുതൽ കൊടുത്തേക്കുന്നത്. ഇത് ശരിക്കും താഴത്തെ ബോർഡർ ആക്കി ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി തിരിച്ചു പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് പ്ലെയിൻ ആയിട്ട് ഫീൽ ചെയ്യത്തേ ഇല്ല. കാരണം ഇത് മൊത്തത്തിൽ ചെറിയൊരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് പോകുന്നത്. പിങ്കും പിന്നെ ഒരു ലൈറ്റ് യെല്ലോയുടെ ഷെയ്ഡും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് അത് മൊത്തത്തില് ടോപ്പ് മൊത്തത്തിലുണ്ട്. പിന്നെ താഴത്തെ ബോർഡറിൽ ആ ഒരു കോമ്പിനേഷനിൽ ഫുള്ളായിട്ട് പ്രിന്റഡ് പാറ്റേണും പോയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ രണ്ട് സൈഡിലും 4 ബോർഡറിലും ഈ ഒരു സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത്. ഭയങ്കര ഗ്രാൻഡ് ലുക്കാട്ടോ. നിങ്ങളൊരു ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ടൊക്കെ സിൽക്ക് ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരം വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. പക്ഷെ ഞാൻ പറയാറുള്ള പോലെ പ്രൈസ് അതിന്റെ നേർ പകുതിയേ ആവുള്ളൂ. എനിക്കൊന്ന് അതിലും താഴെ ആവുള്ളൂ. അത്രയും രസമുള്ള ഐറ്റം ആട്ടോ. ശരിക്കും 2100 അങ്ങനെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ കാഴ്ചയ്ക്ക് നമുക്കൊരു 5000 മേളിൽ റേറ്റ് എന്തായാലും പറയും. ആ ഒരു ജൂട്ടിൽ ഒറിജിനൽ ജൂട്ടിൽ ടെസറിലൊക്കെ വരുമ്പോൾ ഈ ഒരു ടൈപ്പ് പാറ്റേണിന് അത്ര റേറ്റ് വരും. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് വാഷ് ചെയ്യാം. എന്ന് വെച്ചാൽ ഭയങ്കര റഫായിട്ട് വാഷ് ചെയ്യരുത്. പെട്ടെന്ന് അങ്ങനെ പോകുന്ന മെറ്റീരിയലൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്തെടുത്ത് വെച്ചാൽ മതി. ഡ്രൈ വാഷ് ചെയ്യണം നിർബന്ധമില്ല. ഷാമ്പു വാഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ താഴെ ടാസൽസും ഒക്കെ ഉണ്ട്. നല്ല ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഐറ്റമാണ്. ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ നമുക്ക് ആ ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കളേഴ്സ് ഇപ്പോൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളേഴ്സ് റിലേറ്റഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് താഴെയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കളറും കാണാനും പറ്റും. അപ്പോൾ അത് പിന്നെ അതിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ ഫോട്ടോ ആയിട്ട് കാണാൻ പറ്റും. ലെങ്ത്തും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഒന്നും ടെൻഷൻ അടിക്കില്ല. ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളർ തന്നെ ഒരു ഒനിയൻ പിങ്ക് കൂടിയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇതിന് നമ്പർ ഞാൻ കൊടുത്തേക്കാം. റേറ്റ് 2100 2100. നമുക്ക് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ. അതായത് ചെറുതായിട്ടൊരു യെല്ലോ മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ. അതും അടിപൊളിയാണ് കേട്ടോ. നല്ല ലുക്കുണ്ട് അതിൻ്റെ ആ ഒരു പ്രിന്റ് കാണാനായിട്ട്. ആ ഒരു ഫ്ലവർ പാറ്റേൺ അതുകൊണ്ട് കേട്ടോ ഞാൻ അടുപ്പിച്ച് കാണിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇത് 4 സൈഡിലും ആ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ വരുമ്പോഴത്തേനും താഴത്തെ ബോർഡർ ആയിട്ട് അത് ചെയ്യേണ്ടത് കണ്ടില്ല. ഇല്ലെങ്കിൽ തല തിരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് കാണാൻ തിരിച്ചു വെച്ചെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ആ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ ഇങ്ങനെ താഴ്വശത്ത് മൊത്തത്തിൽ നിൽക്കും കേട്ടോ. നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഐറ്റം തന്നെയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് V773, റേറ്റ് 2100. അടുത്ത ഷെയ്ഡ് വരുന്നത് ഏകദേശം ഒരു ബിസ്ക്കറ്റ് ടൈപ്പ് കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തും ആ ഒരു പിങ്കും യെല്ലോയും ചേർന്ന കോമ്പിനേഷനിലാണ് ഫ്ലവേഴ്സ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല ഈ ഒരു ബോർഡറിൽ വരുന്ന ആ സെയിം ഡിസൈൻ തന്നെയാണ് താഴത്തോട്ട് വരുന്നത് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് തിരിച്ച് വെച്ചുകൂടെ കാണിച്ചു തരാം. എല്ലാത്തിനും ബോട്ടം സെയിം കളർ തന്നെയാണ് കേട്ടോ. നല്ല ലുക്കുള്ള ഐറ്റമാണ്. ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു 2000 റേഞ്ചൊക്കെ മുടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചുരിദാറിന് ഇപ്പോൾ മേടിക്കാൻ അങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൊടുത്തു. അത്ര പ്രീമിയം ഒരു ലുക്കുള്ള ഐറ്റമാണ്. ഞാൻ അത് തിരിച്ചൊന്ന് വെച്ചുകൂടെ കാണിക്കാം. നമ്പർ പറഞ്ഞേക്കാവേ. നമ്പർ V775 പിന്നെ തിരിച്ച് വെച്ച് കാണിക്കാം. ശരിക്കും ജൂട്ട് പോലെ തന്നെയായിട്ടിരിക്കുന്ന അങ്ങനെ ഒരു വ്യത്യാസം അറിയാനില്ല. ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നത് തുറന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഓപ്പണായി പോവും. ഞാൻ അല്ലാതെ ഒന്ന് വെച്ച് എനിക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത് ബോട്ടം പീസാണേ. ഇതുപോലെയാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക് വരുന്നത്. താഴത്തെ ബോർഡർ ആക്കി തന്നെ ചെയ്യണം, എന്നാലേ ഒരു രസമുള്ളൂ. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. മൊത്തത്തിൽ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും. ഇപ്പോൾ റേറ്റ് വരുന്നത് 2700 2100. ഇതിൽ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ചെറിയ ബ്ലൂ കളർ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഗ്രീൻ ആണ് മെയിൻ കളർ വരുന്നത്. എല്ലാ ഷെയ്ഡ്സിനും അതിൻ്റെതായ ഭംഗിയുണ്ട്. പിന്നെ ഒരു കോമ്പിനേഷൻ്റെതായ ഒരു ഭംഗി കൂടുതൽ എന്തായാലും ഉണ്ട് കേട്ടോ. ശരിക്കും സിൽക്ക് വരുന്ന പോലെ തന്നെ സിൽക്കിൽ ഏകദേശം ഈ ഒരു സെയിം കോമ്പിനേഷൻ സെയിം പാറ്റേൺ തന്നെയാണ് ഒറിജിനൽ സിൽക്കിലും വരാറ്. അപ്പോൾ ആ ഒരു മെറ്റീരിയലും നമ്മുടെ സാധാരണ വരുന്ന സെമി ടസറിനേക്കാളും ഒരു ജൂട്ടിൻ്റെ ഫിനിഷോടെ കൂടുതലുണ്ട്. കുറച്ച് വെറൈറ്റി ലുക്ക് തോന്നിക്കുകയും ചെയ്യും. എല്ലാം കൊണ്ടും നല്ല കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താലും ഇട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. ഫുൾ 4 സൈഡിലും ഈ ഒരു ബോർഡർ സെയിം ബോർഡർ തന്നെ കൊടുത്തിട്ടുണ്ട്. ടാസൽസ് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റുള്ളവർക്കും പറ്റുമേ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സെയിം കളർ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ കളറ് ഇതിൻ്റെ അകത്ത് കാണുന്ന അത്രയും കുറച്ച് ബ്ലൂ കളർ കൂടുതലായിട്ട് കാണിക്കുന്നത്. നേരിട്ട് കുറച്ചുകൂടെ ഗ്രീനിൻ്റെ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ഇതിന് നമ്പർ V776, റേറ്റ് 2100.